ശ്രീ ബി.എൻ. ഹസ്കർ, നമ്മുടെ രാജ്യത്തെ 13 അഖാഡ സന്യാസി സമൂഹത്തിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹം, ഏറ്റവും വലുതും അതോടൊപ്പം തന്നെ പൈതൃകപരമായി പുരാതനവുമായ സന്യാസി സമൂഹമാണ് ജൂന അഖാഡ. അവിടുത്തെ മഹാമണ്ഡലേശ്വറാണ് ആനന്ദവനം ഭാരതി. മലയാളിയാണ് അദ്ദേഹം. പൂർവാശ്രമം കേരളത്തിലായിരുന്നു. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ അപമാനിക്കുന്നത്. ആ ഒരു പദവിയിലേക്ക് എത്തുന്നത് തന്നെ വളരെ മഹത്തരമായ ഒരു കാര്യമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെയും അതോടൊപ്പം വിശ്വാസികളെയും അവഹേളിക്കുന്ന ഒരു നടപടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം കൃത്യമായ ഒരു തീയതി നൽകുന്നു. ആ തീയതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നു. അവസാന നിമിഷം അത് സാധ്യമല്ല എന്ന് പറയുന്നു. വലിയൊരു വിശ്വാസി സമൂഹവും ജനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നതിനായി അപ്പോഴേക്കും ജില്ലയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് അത് മാറ്റുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഈ അവഹേളനം? ഒരുപക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ഒക്കെ കാണിക്കുന്നത്, ഒരു CPMൻ്റെ ഭരണ സമിതി അംഗങ്ങൾ അതിനകത്തിരുന്നു കൊണ്ട് കാണിക്കുന്നത് ഈ ഹൈന്ദവ വിരുദ്ധത തന്നെയല്ലേ? എത്രമാത്രം സംഭവങ്ങളായി ഇത്തരത്തിൽ ക്ഷേത്ര സ്വത്തും ക്ഷേത്ര പണവും കൈകാര്യം ചെയ്തിട്ട് ഹൈന്ദവരോട് ഈ അവഹേളനം കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു സമീപനം ഹൈന്ദവരോട് വച്ചു പുലർത്തുന്നത് ഇടതുപക്ഷ സർക്കാർ? രോഹിണി, ഇതില് രാഷ്ട്രീയം കാണരുത് എന്നുള്ളതാണ് എന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. എന്തുകൊണ്ടെന്ന് സംപൂജ്യനായ ആനന്ദവനം ഭാരതി സ്വാമിജികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ഥിതപ്രജ്ഞനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അപമാനിച്ചാലും അദ്ദേഹത്തിന് അത് ഒരു തരത്തിലും ബാധിക്കുന്ന വ്യക്തിത്വമല്ല. അതാണല്ലോ ഒരു സ്ഥിതപ്രജ്ഞത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തെ ആദരിക്കുന്നതോ അദ്ദേഹത്തെ അവഹേളിക്കുന്നതോ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും വ്യക്തിപരമായി അദ്ദേഹത്തെ ബാധിക്കാറില്ല എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോ ഇത് ബാധിച്ചിരിക്കുന്നത് ചില സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ്. അദ്ദേഹത്തിന് തെങ്കാട് മൈതാനമോ അല്ലെങ്കിൽ ശ്രീമൂലസ്ഥാനമോ നൽകാതിരുന്നത് കൊണ്ട് അതിൽ ഒരു അപമാനവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അപമാനം ഉണ്ടായതായി അവകാശപ്പെട്ടുകൊണ്ട് ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്ന മുറവിളികൾക്കപ്പുറം ഇതിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മഹാമണ്ഡലേശ്വരായി കേരളത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. ആദിശങ്കരന്റെ നാട്ടിലേക്ക് ജുന അഖാഡയുടെ തലവരായി അദ്ദേഹത്തെ പോലെ സംപൂജ്യരായ ഒരു സ്വാമിജി അവരോധിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോലുള്ള മുഴുവൻ ആളുകളും ആഹ്ലാദിക്കുകയും അദ്ദേഹത്തോട് ഹൃദയത്തിൽ തട്ടിയ ആദരവുള്ള വ്യക്തിത്വമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വത്തെ അപമാനിച്ചതായി അദ്ദേഹത്തിന് ഒരു അവസരം, ഒരു സ്ഥലത്ത് സ്വീകരണം നൽകുന്നതിൽ സ്റ്റേജ് നൽകിയില്ല അല്ലെങ്കിൽ വേദി നൽകിയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചതായി ഞാൻ കരുതുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോ ദേവസ്വം ബോർഡുകൾ ശ്രീ വിജി തമ്പി സാറൊക്കെ പറഞ്ഞൊരു വലിയ അഭിപ്രായം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പണം നിക്ഷേപിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ എത്രയുണ്ടെന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ കൊച്ചിൻ ദേവസ്വം ബോർഡോ മലബാർ ദേവസ്വം ബോർഡോ പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ യാതൊരു വരുമാനവും ലഭിക്കാത്ത നിരവധി ക്ഷേത്രങ്ങളെ കൂടി പരിപാലിച്ചു പോരേണ്ടത് ഇത്തരം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്നുകൂടിയാണെന്ന് വസ്തുത കൂടി മനസ്സിലാക്കണം. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതു ക്ഷേത്രത്തെയും ഒരേപോലെ കാണുവാനും ഏതൊരു ക്ഷേത്രത്തിലെ ആരാധനാക്രമത്തെ ഒരേപോലെ സമീപിക്കുന്നതിനുമുള്ള മാനസികമായിട്ടുള്ള ഔന്നിത്യമുള്ള വ്യക്തികളാണ്. സ്വാഭാവികമായും ഇപ്പോ കൗസ്തുഭത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതിന് സ്വീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ അദ്ദേഹത്തിന്റെ ഭക്തജനങ്ങളും അതുപോലെ നിരവധി ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ദേവസ്വം ബോർഡിന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് അവരുടേതായ നിലപാടുകൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കരുതുന്നു. എനിക്ക് എന്ത് നിലപാടാണ് ശ്രീ ബി.എൻ. ഹസ്കർ? അതാണ് എന്ത് നിലപാടാണ്? ആ നിലപാടാണ് ചോദിക്കുന്നത്, രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ളത്. അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം 18-ാം തീയതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 18-ാം തീയതിയിൽ അദ്ദേഹത്തിന് അവിടെ സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി ആദ്യം തീരുമാനിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും 18-ാം തീയതി അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അമ്പലവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ചടങ്ങ് നടക്കുന്നതിനാൽ അന്നേ ദിവസം നൽകാനാവില്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസത്തേക്ക് പോകുന്നു. സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് അവരുടേതായ സീറോ അവറിലാണ് ഒരുപക്ഷെ ഇത്തരം ഒരു തീരുമാനം ദേവസ്വം ബോർഡ് അറിയിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലും ഒന്ന് തിരുത്തിക്കോട്ടെ ശ്രീ ബി.എൻ. ഹസ്കർ. ആദ്യം 19-ാം തീയതി നൽകുന്നു. അതനുസരിച്ച് സംഘാടകർ മുന്നോട്ട് നീങ്ങിയപ്പോൾ 19-ാം തീയതി കലശപൂജയുണ്ടെന്നും 18-ലേക്ക് മാറ്റണമെന്നും പറയുന്നു. അങ്ങനെ 18-ലേക്ക് ആക്കുന്നു. വീണ്ടും അത് ദേവസ്വം ബോർഡ് മാറ്റുന്നു. 18-ാം തീയതിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് കലശപൂജ. അതുകൊണ്ട് 19-ന് തന്നെ സൗകര്യപ്രദമായ തീയതി എന്ന് പറയുന്നു. അങ്ങനെയാണ് 19-ലേക്ക് അത് തീരുമാനിക്കുന്നത്. അത് ഏറ്റവും ഒടുവിലത്തെ അവസാന മണിക്കൂറിലൊന്നും നിശ്ചയിച്ചതല്ല.
അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ദേവസ്വം ബോർഡ് അങ്ങനെ നിരാകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരു മഹാനായ മനുഷ്യന്റെ പാദസ്പർശം എടുക്കുമ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിനെ പോലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ സ്ഥലം കൂടിയായിരുന്നു തൃശ്ശൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനടക്കം ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്തരത്തിൽ മഹാമണ്ഡലേശ്വരായി കേരളത്തിലേക്ക് എത്തുന്ന ഒരു സംപൂജ്യനായ സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ പൊതു ഗസ്റ്റായി അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനം അദ്ദേഹത്തെ ആദരിക്കണമെന്നില്ല. ജുനാഗാഡിയെ സംബന്ധിച്ച് ചരിത്രപരമായി തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും ജുനാഗാഡയുടെ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റായി തന്നെ തീരുമാനിച്ച് അദ്ദേഹത്തിന് സർവ്വ ആദരവും സംസ്ഥാന സർക്കാർ നൽകണം എന്ന് കരുതുന്ന ഒരാളാണ്. പലപ്പോഴും ഇത്തരത്തിൽ സന്യാസി വര്യന്മാരെ ഇപ്പൊ തന്നെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ സംസ്ഥാനം അവരുടെ ഔദ്യോഗിക ഗസ്റ്റായി തന്നെ പ്രഖ്യാപിച്ച് സ്വീകരണങ്ങൾ നൽകുന്ന ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അത്തരത്തിൽ തന്നെ അദ്ദേഹത്തെയും പരിഗണിക്കണമായിരുന്നു. അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഗസ്റ്റ് ആയിട്ടാണോ എത്തിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. അപ്പോ അദ്ദേഹത്തെ അങ്ങനെ തന്നെ ആദരിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ്. ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയം ഇക്കാര്യത്തിൽ പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ അങ്ങനെ ആദരിച്ചില്ല എന്ന് മാത്രമല്ല അവഹേളിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അപമാനമോ അല്ലെങ്കിൽ ബഹുമതിയോ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല സന്യാസി ശ്രേഷ്ഠൻ എന്നാണ്. തീർച്ചയായും അദ്ദേഹം സന്യാസി ശ്രേഷ്ഠൻ തന്നെയാണ്. വികാരങ്ങൾക്ക് അതീതമാണ് അദ്ദേഹം. അദ്ദേഹത്തെ അപമാനിച്ചതുകൊണ്ടോ നിന്ദിച്ചതുകൊണ്ടോ ഒന്നും അദ്ദേഹത്തിനെ അത് ബാധിക്കുന്നില്ല. പക്ഷേ പദവിയെ ബഹുമാനിക്കേണ്ടുന്ന ഒരു മര്യാദ പൊതുസമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ പദവി അവിടെയാണ് അവഹേളിച്ചിരിക്കുന്നത്. ഒരു നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ആക്രോശിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അതുപോലും ഇഷ്ടപ്പെടാത്ത ഒരു മുഖ്യമന്ത്രി. അവിടെയാണ് മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട ഇത്രയും വലിയ സന്യാസി ശ്രേഷ്ഠൻ വന്നപ്പോൾ അദ്ദേഹത്തിന് അപമാനമൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞൊഴിയുന്നത്. അല്ല, നിശ്ചയമായും ഞാനത് പറഞ്ഞത് ഒരു വ്യക്തി എന്ന നിലയിലുള്ള സന്യാസി ശ്രേഷ്ഠൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സ്ഥിതപ്രജ്ഞനായതുകൊണ്ട് അങ്ങിപ്പോ നമ്മൾ വേദനയോടുകൂടി കാണുന്നത് പോലെ നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ തലത്തിലോ അദ്ദേഹത്തിന്റെ ബൗദ്ധിക നിലവാരത്തിലോ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയില്ല എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊരു തരത്തിലുള്ള അപമാനമോ അല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹത്തെ പൂർണ്ണ കുംഭത്തോടു കൂടി സ്വീകരിച്ച് ആനയിച്ചു പോയി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അതിലൊരു ആഹ്ലാദവും നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വേദനിപ്പിച്ചിരിക്കുന്നത് ചില കേന്ദ്രങ്ങളെ മാത്രമാണ്. ആ ചില കേന്ദ്രങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. അത് ഇടതുവിരുദ്ധത കൂടിയാണ്. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഏതോ രാഷ്ട്രീയ നിലപാടെടുത്തു എന്ന തെറ്റിദ്ധാരണ പരത്തുന്നതിന് ഉതകുന്ന തരത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു തരത്തിലും ഇതൊരു രാഷ്ട്രീയ നിലപാടായിരുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ നിലപാടായിരുന്നു എങ്കിൽ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായി പ്രഖ്യാപിച്ച് ആവശ്യമായ സംരക്ഷണമടക്കം സംസ്ഥാന സർക്കാർ നൽകുന്നതിന്റെ അനുഭവം എന്റെ മുന്നിലുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഹൈന്ദവ മതവിശ്വാസത്തെയോ അല്ലെങ്കിൽ ഹൈന്ദവ മത നേതാക്കന്മാരെയോ അവഹേളിച്ചതായി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നാണ്. ശ്രീ ബി എൻ ഹസ്കർ, 2 ദിവസം മുൻപുള്ള ഹൈക്കോടതി വിധി ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഹൈക്കോടതിയുടെ പരാമർശം കടക്കൽ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികൾക്ക് അനുമതി നൽകിയത് എന്നുള്ളത്. അത് ഒരു ചെറിയ വിഭാഗത്തെയല്ല വേദനിപ്പിച്ചത്.